പറയ. ആരും കേൾക്കാൻ പാടില്ലാത്ത എന്റെ രഹസ്യ നിനക്ക് എന്നോട് പറയാനുള്ളത്? പറു, നിന്നോടാ ഞാൻ ചോദിക്കുന്നത്. നിനക്ക് എന്താ എന്നോട് പറയാനുള്ളത്? പറയ. ഞാൻ ആരെയും ശത്രുവായി കാണാറില്ല. എന്നോട് ശത്രുത കാണിക്കുന്നവരോട് പോലും സ്നേഹം കാണിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് അതിന്റെ ശരിതെറ്റുകളെ കുറിച്ച് കുറെ സമയം ആലോചിക്കും. ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ആരെക്കുറിച്ചും പറയാറുള്ളൂ. പക്ഷേ നിങ്ങളുടെ കാര്യത്തില് അതൊന്നും ആലോചിക്കാൻ എനിക്ക് തോന്നിയില്ല. ഞാൻ പറഞ്ഞത് മുഴുവൻ തെറ്റായ കാര്യങ്ങളാ. ഇത് പറയാനാണോ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നത്? ജോലി പെൻഡിങ് വന്നാലേ കരുനാഗം വായി തോന്നിയൊക്കെ വിളിച്ചു പറയുമെന്ന് നിനക്കറിയാലോ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എനിക്ക് മാപ്പ് തരണം. മാപ്പോ? നിങ്ങളെ ആദ്യമായിട്ട് കാണുമ്പോ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു നിങ്ങൾ എന്റെ ശത്രുവെന്ന്. പിന്നെ എപ്പോഴും ആ ഒരു കണ്ണുകൊണ്ടാ ഞാൻ നിങ്ങളെ കണ്ടത്. നിങ്ങളെ ചെയ്യുന്നതെല്ലാം തെറ്റ്, പറയുന്നതെല്ലാം തെമ്മാടിത്തരങ്ങള്. നിങ്ങളെ സഹായിക്കാൻ തയ്യാറായാല് അത് എന്നോട് അടുപ്പം കൂടാനുള്ള ശ്രമാന്നാ എന്റെ മനസ്സ് പറഞ്ഞത്. വെറുത്ത് 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 ഞാൻ നിങ്ങളെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുക വരെ ചെയ്തു. മാപ്പ്, മാപ്പ്. ആർക്ക് വേണം നിന്റെ മാപ്പ്? നിന്റെ ഈ മാപ്പ് നിന്റെ കൈ തന്നെ വെച്ചാ മതി. അല്ലെങ്കിൽ ചുരുട്ടിക്കൂട്ടി കുപ്പയിൽ എറിഞ്ഞേക്ക്. എനിക്ക് വേണ്ട നിന്റെ മാപ്പ്. നിങ്ങൾക്ക് ഒരിക്കലും എന്നോട് ക്ഷമിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ മാപ്പ് പറയല്ലാതെ വേറെ എന്താ ഞാൻ ചെയ്യാ? ചെയ്തു പോയ തെറ്റുകളൊന്നും മായ്ച്ചു കളയാൻ കഴിയില്ലല്ലോ. ഞാൻ നിങ്ങളെ പറഞ്ഞ മോശം വാക്കുകളൊന്നും തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ. മാപ്പ് പറയല്ലാതെ മറ്റൊരു വഴിയും എന്റെ മുന്നിലില്ല. ആഹാരം കഴിക്കാൻ തോന്നുന്നില്ല, കിടന്നുറങ്ങാൻ കഴിയുന്നില്ല. കുറ്റബോധം കൊണ്ട് ഞാൻ ഉരുകി ഉരുകി ചത്തുപോകും. നിങ്ങൾ എന്നെ തല്ലിക്കോ, ദേഷ്യം തീരുന്നവരെ തല്ലിക്കോ. കുറെ തല്ലിയാ നിങ്ങളുടെ ദേഷ്യം തീരുമല്ലോ. അപ്പോഴെങ്കിലും എനിക്ക് മാപ്പ് തരണം. നിന്റെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ നീ എന്നോട് മാപ്പ് പറഞ്ഞ പിന്നെ നിന്റെ അവസ്ഥ എനിക്കായിരിക്കും. കുറ്റബോധം കൊണ്ട് ഒരുങ്ങുന്നത് ഞാനായിരിക്കും. ഉറങ്ങാനും ഉണ്ണാനും കഴിയാത്തത് എനിക്കായിരിക്കും. കാരണം മാപ്പ് പറയാൻ മാത്രമുള്ള തെറ്റൊന്നും നീ ചെയ്തിട്ടില്ല. നീ എന്തിനാ ഇങ്ങനെ നോക്കുന്നേ? ഞാൻ പറഞ്ഞ സത്യമല്ലേ? സത്യം തന്നെയാ. നീ എന്ത് തെറ്റാ എന്നോട് ചെയ്തേ? ക്യാമറ വെച്ചത് നിങ്ങളാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അത് തെറ്റല്ലേ? നിങ്ങൾ അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് ജയന്തി ചേച്ചിയും സാവിത്രി ചേച്ചിയും സൗസവും എല്ലാരും പറഞ്ഞിട്ടും ഞാൻ അതിൽ തന്നെ ഉറച്ചു നിന്നില്ലേ? അത് തെറ്റല്ലേ? ഞാൻ നിങ്ങളോട് തെറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ലേഡീസ് ഡ്രസ് ചേഞ്ച് ചെയ്യുന്ന ഏരിയയില് രഘു നിൽക്കുന്നത് നീ കണ്ടിരുന്നോ? ഇല്ല. ഞാൻ നിൽക്കുന്നത് കണ്ടിരുന്നോ? കണ്ട കാര്യം നീ പറഞ്ഞു. അത് തെറ്റാവുന്നത് എങ്ങനെ? രഘുവിന്റെ കയ്യിൽ നീ ഫോൺ കണ്ടിരുന്നോ? ഇല്ല. എന്റെ കയ്യിൽ അതുപോലൊരു ഫോൺ നീ കണ്ടിട്ടില്ലേ? അതുകൊണ്ടാ നിങ്ങളെ ഞാൻ തെറ്റിദ്ധരിച്ചു പോയത്. അപ്പോഴും നീ കണ്ട കാര്യമോ പറഞ്ഞിട്ടുള്ളൂ. കണ്ട കാര്യം പറയുന്നത് എങ്ങനെയാ തെറ്റാവുന്നേ? പക്ഷേ കണ്ടതിന്റെ ഒന്നും സത്യാവസ്ഥ അന്വേഷിക്കാതെയല്ലേ ഞാൻ നിങ്ങളുടെ പേര് പറഞ്ഞത്. അത് തെറ്റല്ലേ? അതിനെ തെറ്റെന്നല്ല പറയുക, അബദ്ധം എന്നാ പറയുക. നിന്റെ സ്ഥാനത്ത് ആരായിരുന്നാലും, ജയന്തിയോ സൗസവോ സാവിത്രി ചേച്ചിയോ രേവതിയോ ആരായിരുന്നാലും അവർക്കും ഈ അബദ്ധം പറ്റുമായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ പറു മതി. പ്രിയൻ ശിക്ഷിക്കപ്പെടണമെന്ന് നീ ആഗ്രഹിച്ചിട്ടില്ല. തെറ്റ് ചെയ്തയാളെ ശിക്ഷിക്കപ്പെടണമെന്ന് നീ ആഗ്രഹിച്ചിട്ടുള്ളൂ. തെറ്റുകാരനെന്ന് നിനക്ക് തോന്നിയ ആളെ നീ പോലീസിന് മുമ്പിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. അതൊരു തെറ്റല്ല. അത് തന്നെയാണ് ചെയ്യേണ്ടത്. അത് തന്നെ അതിന്റെ ഒരു ശരിയും. ശരിയെന്ന കാര്യം ഒരു മടിയും കൂടാതെ ചെയ്യുമ്പോഴാ നീ ചട്ടമ്പി പാറു ആവുന്നത്. ആ ചട്ടമ്പി പാറുവിനെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്.
എനിക്കും. അതുകൊണ്ട് മാപ്പ് ചീപ്പെന്നൊക്കെ പറഞ്ഞ് ഇനി എന്റെ മുന്നിൽ വന്ന ഞാൻ നിന്റെ ചെവിക്ക് പിടിക്കും. പറഞ്ഞില്ല എന്ന് വേണ്ട, കൂടുതലൊന്നും ആലോചിക്കാതെ പോയി ജോലി ചെയ്യുക.